ഇനിയൊരു കൃഷി മാഹാത്മ്യമാണ്. പത്തനംതിട്ടയിലെ റംബുട്ടാൻ കൃഷിയുടെ വിജയകഥയാണ് ഇത്. മലേഷ്യയിൽ നിന്നെത്തിയ റംബൂട്ടാൻ ചെടികൾ കേരളത്തിന്റെ മണ്ണിൽ വേരോട്ടം തുടങ്ങിയത് 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്. ചുവപ്പും തവിട്ടും മഞ്ഞയും നിറത്തിലുള്ള രോമാവൃതമായ പഴങ്ങൾ. അലങ്കാര സസ്യമായി ഉദ്യാനങ്ങളിലും റംബൂട്ടാൻ ഇടം പിടിക്കുന്നുണ്ട്. പ്രത്യേക രുചിയാണ് ഈ പഴത്തിന്. പ്രോട്ടീൻ പോഷകം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. എൻ്റെ അനുഭവം വെച്ചിട്ട് റബ്ബറിനേക്കാൾ നല്ലതാണിത്. ഇതിപ്പോൾ 3 വർഷമാണ് കായ്ക്കുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ 2.25 ലക്ഷം രൂപയുടെ കാ വിറ്റു. ഇപ്പോൾ ഇപ്രാവശ്യം 2.75 കരാർ കൊടുത്തിരിക്കുകയാണ്. റബ്ബറിൻ്റെ ലേബർ കോസ്റ്റ് ഹൈ ആണ്. ഇത് ഡെയിലി വേജസ്, ഡെയിലി ജോലിക്കാരുടെ ആവശ്യമില്ല. ഇത് വൺസ് ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ ജസ്റ്റ് കാർഡ് എടുക്കുകയും വളമിടുകയും മാത്രം ചെയ്താൽ മതി. പിന്നെ വേനൽക്കാലത്ത് മാത്രം ഇറിഗേഷൻ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇൻകം, ഒരു വർഷത്തെ ഇൻകം ഒരുമിച്ച് കിട്ടും. റബ്ബറിന്റെ വിലയിടിവാണ് റംബൂട്ടാൻ കൃഷിക്ക് ഇപ്പോൾ വലിയ സാധ്യത തുറന്നത്. റബ്ബർ തോട്ടങ്ങൾ റംബൂട്ടാൻ തോട്ടങ്ങളായി മാറുന്നതും ഇന്ന് സാധാരണമായിട്ടുണ്ട്. മേൽത്തരം തൈകൾ കണ്ടെത്തുക എന്നത് മാത്രമാണ് കർഷകന് ചെയ്യാനുള്ളത്. റബ്ബറിനെ അപേക്ഷിച്ച് ആവർത്തന ചിലവ് തീരെയില്ല. വിളവിനുള്ള പ്രതിഫലം ഒന്നിച്ച് ലഭിക്കുമെന്നതും മറ്റൊരു ആകർഷക ഘടകമാണ്. ഇത് നല്ല മാർക്കറ്റ് ഉണ്ട്. ഇത് പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിലാണ് ഇത് മാർക്കറ്റ്. ഇപ്പം ഞാൻ വെളിയിലേക്ക് ഉണ്ടായിരുന്നപ്പോൾ അത് ഗൾഫ് കൺട്രീസിലേക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനം തന്നെ ചെറിയ പാക്കറ്റ് വരുന്ന 30-40 കേടിക്കൊക്കെയാണ്. അത് 1/2 കിലോയുടെ പാക്കറ്റൊക്കെ വരുന്നത്. മീൻസ് വെരി കോസ്റ്റ്ലി. അപ്പോൾ ആ റേഷ്യൻസ് നമുക്ക് വില കിട്ടുന്നില്ല. എന്നാൽ തന്നെയും ബെറ്ററാണ്, റബ്ബറിനേക്കാൾ ബെറ്ററാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1800 അടി മുതൽ 2500 അടി വരെ ഉയരത്തിലുള്ള സ്ഥലങ്ങളിലാണ് റംബൂട്ടാൻ കൃഷി വിജയകരമായി നടക്കുന്നത്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളാണ് റംബൂട്ടാൻ കൃഷിയിൽ മുൻനിരയിലുള്ളത്. തീരദേശങ്ങളിലും റംബൂട്ടാൻ ജനപ്രിയ ഇനമാകാൻ തുടങ്ങിയിട്ടുണ്ട്. രുചികളിലെ വൈവിധ്യമനുസരിച്ചാണ് വിപണിയിൽ റംബൂട്ടാന്റെ വില. പ്രാദേശിക വിപണിയിൽ വില കിലോയ്ക്ക് 250 രൂപ വരെ. വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന റംബൂട്ടാന് 3 ഇരട്ടി വിലയുണ്ട്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു റംബൂട്ടാൻ ചെടി ഒരു സീസണിൽ 1 ക്വിന്റൽ വരെ വിളവ് തരും. 3-ാം വർഷം കായ്ച്ചു തുടങ്ങും. 5-ാം വർഷം വ്യാവസായിക അടിസ്ഥാനത്തിൽ വിളവ് ലഭിക്കും. ഇത് 3-ാം വർഷം കായ്ക്കും. ഇപ്പോൾ ഇത് 6-ാം വർഷമാണ്. 6-ാം വർഷത്തിൽ ഇവർക്ക് 50 ഏക്കർ 50 സെൻറ്റ് സ്ഥലമാണ് ഇവിടെ ഉള്ളത്. അതിൽ പിന്നെ 2,65,000 ഇത്തവണ കൊടുത്തിരിക്കുന്നത്. എന്നാലും എടുത്ത ആൾക്ക് 1 ലക്ഷം രൂപയോളം ലാഭം കിട്ടുന്നുണ്ട്. പ്രതിസന്ധി നേരിടുന്ന തോട്ടം മേഖലയ്ക്ക് റംബൂട്ടാൻ പുത്തൻ പ്രതീക്ഷയാണെങ്കിലും ഇതിന്റെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിലവിൽ സർക്കാർ തലത്തിൽ പദ്ധതികളില്ല. എന്നാൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ചില പഞ്ചായത്തുകളിൽ സബ്സിഡി നിരക്കിൽ റംബൂട്ടാൻ തൈകൾ വിതരണം ചെയ്യുന്നുണ്ട്.